ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സ്ട്രോബെറി തൈ നടുന്ന രീതിയും അത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിൽ നിന്ന് തൈ ഉൽപ്പാദിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ സാധാരണയായി നമ്മൾ സ്ട്രോബെറി തൈ സ്ട്രോബെറിയൊക്കെ കാണുന്നത് നമ്മൾ ടൂറ് പോകുമ്പോഴൊക്കെയാണ്. മൂന്നാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കാണാറ്. ഇപ്പം നമ്മുടെ നാട്ടിലും ഇത് സുലഭമായിട്ട് കണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇത് നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കണമെന്നും ഇത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ നഴ്സറി പോയി തൈ എടുക്കുമ്പോൾ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് തിരഞ്ഞെടുക്കുക കേട്ടോ. അതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ കരിഞ്ഞിട്ടുള്ളതും ഇങ്ങനെ സ്ട്രെസ്സിൽ നിൽക്കണതുള്ളതൊന്നും ആയ പ്ലാന്റ്സ് നമ്മൾ എടുക്കരുത്. ഇപ്പോൾ ഇതിൽ സ്ട്രോബെറി ഒക്കെ കാണുന്നുണ്ട്, ഞാനത് കണ്ടപ്പോൾ എടുത്തുന്നുള്ളൂ. നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ് ഇത്. കണ്ട നല്ല കടയൊക്കെ ഉള്ള നല്ല പ്ലാന്റാണ്, ഒരു വാട്ടോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കുക. അപ്പോൾ അതാകുമ്പോൾ അറിയാം നമുക്ക് നശിച്ചു പോകില്ല. നമുക്കിത് എങ്ങനെയാണ് നടണ്ടതെന്ന് നോക്കാം കേട്ടോ. ഇതിന് നമ്മൾ പോട്ടി മിക്സ് തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും മണ്ണും മണലും ഉള്ള പോട്ടി മിക്സ് തിരഞ്ഞെടുക്കുക. എന്ന് വെച്ചാൽ ഇതിന് നീർവാർച്ച അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ മണ്ണ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിന് നല്ല വെയിലും ആവശ്യമാണ്. നമ്മളുണ്ടല്ലോ ഇതൊക്കെ സെൻസിറ്റീവായ തൈകളാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിന് നന്നായിട്ട് വളം കൊടുത്ത് വേണ്ട ചെയ്യാനായിട്ട്. ഇങ്ങനത്തെ പ്ലാന്റ്സൊക്കെ നമ്മൾ നടുമ്പോൾ നശിച്ച് പോകാൻ ചാൻസ് കൂടുതലുള്ളതിൻ്റെ പേരിൽ നമ്മൾ അടിവളം നന്നായിട്ട് കൊടുക്കണ്ട. ഈ സ്ട്രോബെറി തൈക്കുണ്ടല്ല അടിയിലോട്ട് ആഴത്തിൽ വേരിറങ്ങി പോയില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു പോട്ടാണ് നമുക്ക് ആവശ്യം. അതായത് വായു വിസ്താരമുള്ള ഒരു പോട്ട് മതി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹാങ്ങിങ് പോട്ടാണ് ഞാനിതിന് എടുത്തേക്കണത് കേട്ടോ. ഈ ഹാങ്ങിങ് പോട്ടിലാണ് നമ്മിത് നടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കണ മിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണും മണലും മിക്സ് ചെയ്തതാണ് എടുത്തേക്കണത്. ഇതിൽ ഞാൻ വളങ്ങളൊന്നും ചേർക്കണില്ല. ഇത് സെൻസിറ്റീവായ ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ ഇതിനധികം വളത്തിൻ്റെ ആവശ്യമില്ല. പെട്ടെന്ന് ചീഞ്ഞ് പോകാനും ചാൻസ് ഉണ്ട്. നമുക്ക് വെള്ളം വാർന്നു പോകണം. അങ്ങനത്തെ ഒരു പോട്ടിംഗ് മിക്സാണ് ഇതിനാവശ്യം. അപ്പോൾ ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇത് നമ്മുടെ നാട്ടിലും നല്ലോണം ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഒന്നല്ല, നമുക്കൊരു തൈ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഇഷ്ടം പോലെ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അത് ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിലത്തെ ഈ വേരുകൾ മാത്രം നമുക്ക് വേരുമെന്ന് മാത്രം മണ്ണ് ഇങ്ങനെ കളഞ്ഞു കൊടുക്കുക. മണ്ണിങ്ങനെ കളഞ്ഞു കൊടുത്തിട്ട് നമുക്കിത് കണ്ടത് നന്നായിട്ട് ഹാർഡായിട്ടിരിക്കുന്നതാണ്. നമുക്കിത് അങ്ങനെ തന്നെ കുഴിച്ചിടട്ടോ. പിന്നെ തൈ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലീഫിൻ്റെ ഈ ഭാഗം നമ്മൾ ഈ ക്രൗൺ എന്ന് പറയുന്ന ഭാഗം ഇതുമ്മൽക്ക് നമ്മൾ ഈ മണ്ണ് ഈ പോട്ടി മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് വരാൻ പാടില്ല. ഇവിടം വരാൻ പാടുള്ളൂ കേട്ടോ. ഈ ക്രൗണുമ്മൽക്ക് വരാൻ പാടില്ല. ഇത് സെൻറ്ററിലായിട്ട് വെക്കണം കേട്ടോ. സെൻറ്ററിലായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കാൻ. ഈ ക്രൗണിൻ്റെ അവിടം വരെ നമുക്ക് മണ്ണിടേണ്ട കാര്യമുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചീഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ചാൻസ് കൂടുതലല്ല, ചീഞ്ഞ് പോകും. അപ്പോൾ ഇവിടം വരെ നമുക്ക് മണ്ണിട്ടാൽ മതി. ഇവിടം വരെ വെച്ച് നിർത്താം. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു സ്ട്രോബെറികളൊക്കെ തിരഞ്ഞെടുത്തതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നമുക്ക് ഇതിങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചീഞ്ഞു പോകും. വെള്ളമൊക്കെ കൊണ്ട് മണ്ണിലൊക്കെ കടന്ന് ചീഞ്ഞു പോകും. അപ്പോൾ അതിന് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല ചകിരിയോ വല്ല കാർഡ്ബോർഡ് പീസോ എന്തെങ്കിലും ഇട്ട് ഇതിൻ്റെ മുകളിലൊരു മൾജിങ് ചെയ്യണം, നല്ലതായിരിക്കും. അപ്പോൾ ഇതിന് ഈർപ്പം ലഭിക്കും. പിന്നെ ഈ കായ്കൾ ഉണ്ടാകുമ്പോൾ നിലത്ത് മുട്ടി കിടക്കുകയുമില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ ഉണ്ടായി നിൽക്കും. അപ്പോൾ ഇങ്ങനെ കായ്കളൊക്കെ ഉണ്ടാകുമ്പോൾ നിലത്ത് മുട്ടി കിടന്നിട്ടുണ്ടെങ്കിൽ കായ്കളൊക്കെ ചീത്തയായി പോവും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ച് പൊതിട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ കായ്കൾ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ മേളിൽ കടന്നോളും. അപ്പോൾ ഇത് നിലത്ത് മുട്ടയില്ല, അതിൻ്റെ മുകളിലായിട്ട് കിടക്കുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചീഞ്ഞ് പോകാൻ ചാൻസ് കൂടുതലാണ് കായ്കൾ ഉണ്ടാകുമ്പോൾ. ഇതിനെപ്പോഴും തണവ് അത്യാവശ്യമാണ്, വെയിലും വേണം. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തണവ് നിലനിൽക്കുകയും ചെയ്യും. ഈ കായ്കൾ ഉണ്ടാവുന്നത് ഇതിൻ്റെ മുകളിൽ കിടക്കുകയും ചെയ്യും, ചീത്തയാവുകയില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇത് നട്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ച
ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വളം ചെയ്ത് തുടങ്ങിയാൽ മതി. സില്ലറി രൂപേണുള്ള വളങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വെയിലത്തേക്ക് എടുത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് ഇത് തണലത്ത് വെക്കാം. ഇനി ഇതുപോലത്തെ തൈ മേടിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് അത് നോക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കായ്കൾ ഉണ്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കായ്കളാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൈകൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ആദ്യം കായ്കൾ ഉണ്ടാക്കാൻ വിടാം. ഈ കാണുന്നതുണ്ട് ഒരു സ്ട്രോബെറി തൈ. ഇപ്പം ഇതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കണ തൈയാണ് ഈ കാണുന്നത്. 1 2 3 ദേ ഇവിടെ 4ാമത്തെ ക്ലാസ്സിൽ ഞാൻ വെക്കാൻ പോണതാണ്. അതെങ്ങനെയെന്ന് കാണിക്കാട്ടോ. അതിന് ഈ സ്ട്രോബെറി തൈയുടെ ഈ കണ്ട ഇതാണ് ഈ റണ്ണർ. ഇതുമ്മൽ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടാവുന്നത്. ദേ ഈ ഭാഗമാണ് റണ്ണർ. ദേ ഈ റണ്ണറും ഉണ്ടായേക്കണ ഇതുപോലത്തെ ഇത് കണ്ട ഇതാണ് പുതിയ പുതിയ തൈകൾ വന്നത്. അങ്ങനെ ഉണ്ടായേക്കണ തൈകളാണ് ഈ ഗ്ലാസ്സുകളിലൊക്കെ കാണുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുത്ത് പുതിയ തൈകളാക്കി എടുക്കുക. ഇനി നമുക്ക് ഈ തൈ കണ്ട ഇതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക. എല്ലാന്നുണ്ടെങ്കിൽ ഇതേ ഇതുപോലൊരു ഇറുക്കിലെടുത്തിട്ട് ഇതിങ്ങനെ നമ്മൾ മണ്ണിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുത്തിക്കൊടുത്ത് അവിടെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വേര് വന്ന് ഇത് മുളച്ചോളും. ദേ ഇതൊക്കെ അങ്ങനെ വന്ന തൈകളാണ്. അപ്പം നമുക്ക് ഞാൻ എടുത്തേക്കണ തൈകൾ ഉണ്ടാക്കിയേക്കണ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. കണ്ട ഇങ്ങനത്തെ റണ്ണറുമ്മലാണ് പുതിയ പുതിയ തൈകൾ വന്നത് കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആ തൈകൾ വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ കായൽ ഉണ്ടാവണത് വൈകും. ഇപ്പം ഞാൻ തൈകൾ ആദ്യം ഉണ്ടാക്കിയെടുത്തിട്ട് ഇതാക്കാന്ന് വിചാരിച്ചിട്ടാണ് വിട്ടേക്കണത്. അപ്പോൾ തൈകൾ കുറച്ച് ഉണ്ടാക്കിയെടുക്കുകയാണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ കണ്ട ഇതിലും റണ്ണറും വന്ന് നമുക്ക് തൈകൾ ഉണ്ടാവുന്നുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ഗ്ലാസ്സിൽ ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതും പുതിയ തൈയായിട്ട് മാറും. ഇപ്പം എനിക്കിതിൽ 3-4 തൈ കിട്ടിയിട്ടുണ്ട്. ഇതും ഒരു തൈയായിട്ട് നമുക്ക് എടുക്കാം. അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു സ്ട്രോബെറി തൈ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അനേകം തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിൽ നിന്നൊക്കെ അതേ ഇപ്പോൾ വന്നേക്കണുണ്ടോ ഈ റണ്ണറിൽ നിന്നൊക്കെ നമുക്ക് തൈകൾ വരണി കാണുന്നത്. ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കായ്പ്പിക്കാൻ നിർത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കിത് എടുക്കണ്ട. അപ്പോൾ നമുക്ക് ഇത്രയും തൈകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നട്ട പോലെ ഇങ്ങനത്തെ ഒരു പോട്ടി മിക്സിൽ നമുക്ക് സെപ്പറേറ്റ് ഇപ്പോൾ കണ്ടതിൽ നന്നായിട്ട് വേര് ഇറങ്ങിയിട്ടുണ്ട്. ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ ഇത് വേര് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെപ്പറേറ്റ് പാത്രങ്ങളിലേക്ക് നട്ട് കൊടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇങ്ങനത്തെ ഭാരപ്രദമായ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും വരാം.